ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ചേട്ടന്റെ പേര് എന്നാ പോണേ? എന്റെ പേര് തേജു. എന്റെ കമന്റ് ഉണ്ടാവല്ലോ. ആയിക്കോട്ടെ, സന്തോഷം കേട്ടോ. ശരി. അല്ല, ഞങ്ങള് പ്രോഗ്രാം, ഞങ്ങൾ തകിൽ ആർട്ടിസ്റ്റ്. അപ്പൊ നമ്മള് കണ്ണൂരിന്ന് കോഴിക്കോടിലേക്ക് എത്തിട്ടോ. അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, കാണിച്ചു തരാൻ പറ്റിയില്ല. ഞാൻ ക്യാമറ ഓൺ ആക്കി വന്നപ്പോഴത്തേക്കും ബോർഡൊക്കെ കഴിഞ്ഞ് എത്തേണ്ട അടുത്ത് എത്തി. ഹൈവേന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വടകരയാണോ? അതെ, വടകരയാണ്. കോഴിക്കോടേക്ക് ഇനിയിപ്പം 43 കിലോമീറ്റർ ആയിട്ടുള്ളത്. അങ്ങനെ വടകരയും കഴിഞ്ഞ് പോവാണ് നമ്മള്. അങ്ങനെ നമ്മള് വടകരയൊക്കെ കഴിഞ്ഞ് കൊയിലാണ്ടിയും കഴിഞ്ഞ് ഇപ്പൊ ഇതേ നമ്മള് കാപ്പാട് ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ പോക്കറ്റ് റോഡ് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, എല്ലാ പോക്കറ്റ് റോഡുകളും ടാർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, സ്മൂത്ത് ആണ് എല്ലാ വഴികളും. ഇപ്പൊ ഏകദേശം നമ്മള് ബീച്ചിന്റെ അടുത്തെത്തില്ലേ? എവിടെ എത്തി? സുനാമി റോഡ് കൂടി കേട്ടോ നമ്മള് പോണത്. പേര് നമുക്ക് മാപ്പിന്ന് കണ്ടതാട്ടോ. ഒരുപാട് ബോട്ടുകളൊക്കെ, മത്സ്യബന്ധന ബോട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ. കടല് കണ്ടു. ഞങ്ങള് വേറൊരു ബീച്ച് തുടങ്ങി നമ്മൾ എന്തായാലും കാപ്പാട് കടപ്പുറത്ത് വരും എന്നുള്ളതാണ്. അതെ, അതുകൊണ്ടാണ് കണ്ണൂർ ഒരു ബീച്ചിലൊന്നും നമ്മൾ ഇറങ്ങാഞ്ഞത്. കാണാറുണ്ടല്ലേ? ഒരുപാട് സന്തോഷം. ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാമില് റീൽസ് കണ്ടിട്ട് നമ്മളോട് സംസാരിച്ചതാട്ടോ. യൂത്ത്സ് ഒക്കെ ശരിക്കും പറഞ്ഞാല് ഇൻസ്റ്റാഗ്രാം വഴിയാ. നമ്മള് ബാക്കിൽ, വണ്ടിയുടെ ബാക്കിൽ നമ്മൾ പേര് എഴുതി വെച്ചോണ്ട് പെട്ടെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കുറെ പിള്ളേരെ ഫോട്ടോ ഉണ്ട്. അങ്ങനെ കുറെ പേര്. അതേപോലെ ഞങ്ങൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാന് നമ്മള് നെയ്ച്ചോറല്ലല്ലോ, ബിരിയാണി കണ്ണൂരിന്ന് കഴിച്ചില്ലേ. അന്നേരം കഴിച്ചിറങ്ങി വന്നപ്പോ 2 ചേച്ചിമാരെ കണ്ടായിരുന്നു. പക്ഷെ അന്നേരം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അങ്ങോട്ടാണ് ഇതിൽ കാണിക്കാൻ പറ്റാഞ്ഞ. കാത്തു നിൽക്കായിരുന്നു ഒരാളെ. മാപ്പ് ഇട്ടിട്ട് ഈ നേരെയുള്ള റോഡായിട്ട് പോകുന്നേ. അപ്പൊ നേരത്തെ നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസിൽ കണ്ടതാന്ന് പറഞ്ഞ ചേട്ടൻ പരിചയപ്പെട്ടില്ലേ? അപ്പൊ ചേട്ടൻ പറഞ്ഞു അതിലെ റോഡ് എന്തോ ബ്ലോക്കാണ്, അപ്പൊ നമ്മൾ ഈ വഴിക്ക് പോയാൽ മതിയെന്ന്. ചേട്ടൻ നമുക്ക് വഴി കാണിച്ചു തരാം കേട്ടോ. ഓരോ സ്ഥലത്തെത്തുമ്പോഴും നമുക്ക് വഴി തെറ്റണതിന് മുന്നേ തന്നെ നമുക്ക് പറഞ്ഞുതരാൻ ഓരോരുത്തരെ കിട്ടാറുണ്ട് അല്ലേ? അതുപോലെ സ്ഥലങ്ങൾ കാണിച്ചു തരാന് കണ്ണൂരിൽ നിന്ന് വേറെ ചേട്ടനെ കണ്ടായിരുന്നു. ചേട്ടൻ ആത്മകുമാർ ആ ബീച്ചിലാണല്ലേ? ആ ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാമെന്നാ. ആ ഉണ്ടല്ലേ? ടിക്കറ്റ് വേണോ ഇതിന്? ഇല്ല. ആ അപ്പം അങ്ങോട്ട് വരാം, ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് വരാം. താങ്ക് യു. പറയുന്നത് ഒരു വീടിന്റെ സൈഡിലുള്ള ബോഗൻവില്ല ഉണ്ടോ? എന്ത് ഭംഗിയല്ലേ? അപ്പൊ അങ്ങനെ ഞങ്ങള് കാപ്പാട് ബീച്ചിലെത്തിയിട്ടുണ്ടല്ലേ? അതെ, കാപ്പാട് ബീച്ചിന് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. അതെ, ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. നമുക്ക് കുറച്ച് അപ്പുറത്ത് ഇതിൽ പറയാം. അതെ, ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരുപാട് സംഘടനകളും ഒക്കെ ആയിട്ട്, വയോജന സംഘടനയോ അങ്ങനെ എന്തോ ആയിട്ടാണ് ഇവരൊക്കെ വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ പ്രായമായ അച്ഛനമ്മമാരൊക്കെ ഇങ്ങനെ സ്ഥലങ്ങൾ കാണുക, അവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന രീതിയിൽ വയോജന സംഘം വന്നതാണ്.
കുറേ അമ്മമാരും ചേച്ചിമാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പാറക്കെട്ടിന്റെ മുകളിലെത്തിയില്ലേ, കാപ്പാട് ബീച്ചിൻ്റെ ഒരു പാറക്കെട്ടുകൾക്ക് മുകളിലെത്തിയിരിക്കുന്നത്. ഈ കാപ്പാട് ബീച്ചിനെ പറയാന്നുണ്ടെങ്കിൽ കടൽ തീരങ്ങൾ കൊണ്ടും പാറകൾ കൊണ്ടും ഒക്കെ ഉള്ള ഒരു ബീച്ചാണ്. പിന്നെ നമ്മളിപ്പോൾ കാപ്പാട് ബീച്ചിനെ പറ്റി പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയ കടൽ തീരമാണ്, ബീച്ച് ഏരിയയാണ് നമ്മുടെ കാപ്പാട് ബീച്ച് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിന് വേറൊരു നേട്ടം കൂടെ ഉണ്ട്. ബ്ലൂ ഫ്ലാഗ് കിട്ടിയ 8 ബീച്ചുകളിൽ നമ്മുടെ രാജ്യത്ത് ബ്ലൂ ഫ്ലാഗ് കിട്ടിയ 8 തീരങ്ങളിലൊന്നാണ് കാപ്പാട്, അതായത് പരിസ്ഥിതി സൗഹാർദ്ദത്തിൻ്റെ പേരിൽ. അപ്പോൾ ഇതാണ് കാപ്പാട് ബീച്ച്. ഇതാണെന്നല്ല, കുറച്ച് അങ്ങോട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ഇത്രയും നല്ലൊരു ബീച്ചിന് അവാർഡ് കിട്ടിയെന്ന് പറയുന്ന ആളുകളുണ്ടോ, പ്ലാസ്റ്റിക് കുപ്പിയും പേപ്പറുകളൊക്കെ ഇങ്ങനെ അലക്ഷ്യമായി വലിച്ചെറിയും. നമ്മുടെ ഒരു മെൻറ്റാലിറ്റി മാറേണ്ട ഒരു കാര്യം ഇതാണ് കേട്ടോ. ഇത്രയും നല്ലൊരു സ്ഥലത്ത് കുടിക്കുന്ന വെള്ളത്തിൻ്റെയും പേപ്പർ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിടുക. അവിടെ ഇടാനുള്ളൊരു വേസ്റ്റ് ബോക്സ് ഒക്കെ ഉണ്ട്. അതെ, അവിടെ വേസ്റ്റ് ബോക്സ് ഉണ്ട്, അതിൽ കൊണ്ടിടാൻ പോലും ക്ഷമയില്ല നമുക്ക്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആണ്, നമ്മൾ ഒരുപാട് മാറിയിരിക്കുന്നു. പക്ഷേ ഇനിയും നമ്മൾ മാറാത്ത കുറച്ച് ചെറിയ ദുശീലങ്ങളൊക്കെ നമുക്കുണ്ട്, അതൊക്കെ കൂടെ മാറ്റിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് ബീച്ച് കേട്ടോ. ഇവിടെയൊക്കെ ബിയറൊക്കെ കുടിച്ച് കുപ്പിയൊക്കെ പൊട്ടിച്ചിട്ട് ഇതൊക്കെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണെന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. നമ്മുടെ നാടാണ്, ഒരുപാട് ആളുകൾ ഇത് കാണാൻ വരുന്നതാണെന്നുള്ളൊരു ചിന്താഗതി ആളുകൾക്ക് ഇല്ല എന്നുള്ളതാണ്. ഇതാണ് ചരിത്രത്തിൻ്റെ ഭാഗമായ കാപ്പാട് ബീച്ച്. പിന്നെ അപ്പുറത്ത് ശരിക്കും കുട്ടികളുടെ പ്ലേ ഏരിയ ഒക്കെ ആയിട്ടുള്ള മനോഹരമായൊരു ബീച്ചുണ്ട് കേട്ടോ. ഇതാണ് ഒരു പാറക്കെട്ടുകളാൽ ഇങ്ങനെ ചുറ്റപ്പെട്ട് നിൽക്കുന്നൊരു സ്ഥലം. ഇവിടെയൊക്കെ ആയിരിക്കണം മിക്കവാറും വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ ഇതാണ് നമ്മുടെ കാപ്പാട് ബീച്ച് എന്ന് പറയുന്നത്. ഒരുപാട് കാണാനൊന്നുമില്ല, ജസ്റ്റ് ഒരു സ്മാരകം എന്ന് പറയാം. സ്മാരകം എന്നല്ല, ഒരു ചരിത്രപ്രധാനമായ സ്ഥലത്ത് വന്നു എന്നുള്ളതാണ്. കോഴിക്കോട് വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെറുപ്പം തൊട്ടേ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ കേൾക്കുന്നൊരു പേരാണ് കാപ്പാട് ബീച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ കാപ്പാട് ബീച്ചിൽ വന്നത്. ഇനി നമ്മൾ നേരെ കോഴിക്കോടേക്കാണ് പോകുന്നത്. കോഴിക്കോടിൻ്റെ പ്രധാന ബീച്ച്, മുട്ടായിത്തെരുവ്, ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ട് പോകാം. പിന്നെ വേറെ എന്തൊക്കെയോ പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടു. അവിടെ നമ്മുടെ കൂടെ സബ്സ്ക്രൈബർ പറഞ്ഞിരുന്നു അവിടെ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് കേട്ട് വരാം. കടലിങ്ങനെയാണ്, കടലിലൊന്നും ഇറങ്ങിയില്ല കേട്ടോ. നമുക്ക് കൊച്ചി പോകുമ്പം ഇറങ്ങാം അല്ലേ, ഫോർട്ട് കൊച്ചിയിൽ ഇറങ്ങാം നമുക്ക്. ഇത് കോഴിക്കോട് ബീച്ച് റോഡാണ്. അടിപൊളി കളർഫുൾ ആയിട്ടൊരു പാലം അല്ലേ? അതെ, മറ്റേ പഴയ പാലല്ലേ അപ്പുറത്തുള്ള? അല്ല, അത് റെയിൽ പാലമാണ്. റെയിൽ പാലാണോ? ഓക്കെ. റോഡ്, സർവീസ് റോഡ് എല്ലാം അടിപൊളിയാണ്. അപ്പൊ ഏകദേശം നമ്മള് കോഴിക്കോട് ബീച്ചിന്റെ അടുത്ത് എത്താനായി. കാപ്പാട് ബീച്ചിൽ നിന്ന് നമ്മൾ നേരെ കോഴിക്കോട് ബീച്ചിലേക്ക് പോണേ. കാരണം അത്രയും പ്രശസ്തമാണ് കോഴിക്കോട് ബീച്ച് എന്ന് പറയുന്നത്. പിന്നെ കോഴിക്കോട് ബീച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ SM സ്ട്രീറ്റിൽ പോകും, അതായത് മിഠായി തെരുവ്, അതിനിപ്പോൾ SM സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അപ്പം അവിടെയും പോകും. ഇതൊക്കെയാണ് കോഴിക്കോടിൽ കൂടുതൽ കാണാനുള്ളത്. പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് ബീച്ച് പോകുന്നതിന് മുന്നേ പഴശ്ശിരാജ മ്യൂസിയത്തിൽ പോകണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ നമ്മൾ നോക്കിയപ്പോൾ 4:30 വരെ ഉള്ളൂ. നമ്മൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ 4:30 കഴിഞ്ഞു. അപ്പം ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചേഞ്ച് ചെയ്തതാണ്. കറക്റ്റ് നമ്മൾ പഴശ്ശിരാജ മ്യൂസിയത്തിലേക്കായിരുന്നു പോവേണ്ടിയിരുന്നത്. കാരണം കാപ്പാട് ഇറങ്ങി പിന്നെ പഴശ്ശിരാജയ്ക്ക് പോകാമെന്ന് വിചാരിച്ചത്. ശരിക്കും കോഴിക്കോട് ബീച്ച് കഴിഞ്ഞിട്ടാണ് പഴശ്ശിരാജ മ്യൂസിയം. പക്ഷേ അവിടെ സമയം കഴിഞ്ഞ് പോയതുകൊണ്ട് ക്ലോസ് ആക്കണത് കൊണ്ട് നമ്മളിപ്പോൾ കോഴിക്കോട് ബീച്ചിലേക്ക് ഇറങ്ങാൻ പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് SM സ്ട്രീറ്റ് അങ്ങനെ. അപ്പോൾ നമ്മളിവിടെ ഇന്ന് നമ്മൾ കോഴിക്കോടിൽ സ്റ്റേ ചെയ്യുന്നത് നമ്മളെ റിലേറ്റീവ്സിന്റെ വീട്ടിലാണ്. വിജയശേട്ടന്റെ ചേച്ചീനെ കല്യാണം കഴിച്ചത് ഇവിടെ കോഴിക്കോട് കുറച്ച് അടുത്തായിട്ടാണ്. അപ്പോൾ അഗസ്ത്യാമൊഴിയോടെ ഡേറ്റ് അല്ലേ? അല്ല,
രാമനാട്ടുകരയിലാണ്. അപ്പൊ നമ്മൾ അവിടെ സ്റ്റേ അടിച്ചിട്ട് രാവിലെ, നാളെ റിപ്പബ്ലിക് ആണല്ലോ, അപ്പൊ രാവിലെ ഒരു സ്കൂളിലൊക്കെ പോയി റിപ്പബ്ലിക്കിന്റെ കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ നേരെ നമ്മൾ പാലക്കാട് വിടില്ല ചേട്ടാ. പാലക്കാട് നമ്മൾ നേരെ ചേലക്കര പോകും. ചേലക്കര പോയി പഴയന്നൂർ പോകണം. പഴയന്നൂർ അമ്മയുടെ ചേച്ചിയുടെ വീടുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് അവിടെ സ്റ്റേ ചെയ്യണം ഒരു ദിവസം. അതൊക്കെ നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടെ അങ്ങ് തീർക്കാന്ന് കരുതി. അതെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പ്ലാനിങ്സ്. അപ്പോൾ അങ്ങനെ നമ്മൾ മുട്ടായി തെരുവിലൂടെ സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ വരികയാണ്. പർച്ചേസിങ് ഇവിടെ വന്ന മസ്റ്റാണ് അല്ലേ? ഞങ്ങള് SM സ്ട്രീറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ ബീച്ചിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ 2-3 വട്ടമായിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പോക്കറ്റ് റോഡിലാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല, ഫുള്ള് വണ്ടികള്, സൈഡില് വണ്ടി, തീരെ സ്പേസ് ഇല്ല. അങ്ങനെയൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും ബീച്ചിലെത്തിയിട്ടില്ല ഞങ്ങള്. പിന്നെ ഈ സമയം എന്നൊക്കെ പറഞ്ഞാൽ ഈവനിങ് അല്ലേ, ഭയങ്കര ട്രാഫിക് ആയിരിക്കും. പോലീസുകാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ, ഇതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളെ കോഴിക്കോടത്തെ ഒരു ബ്ലോക്കാണ്, ഒരു രക്ഷയില്ല കേട്ടോ. ഈ ചുമപ്പിലും മാപ്പിലും കണക്കിന് മൊത്തം ബ്ലോക്കാണ്. ഞങ്ങൾ ആദ്യം ഒരു വട്ടം പോയി ബീച്ചിന്റെ അവിടെ കറങ്ങി, അവിടെ ഞങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയില്ല. അങ്ങനെ വന്ന് പിന്നെ കറങ്ങിക്കൊണ്ടേയിരിക്കാണ്. എവിടെയും പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടില്ല. ഇപ്പൊ ആ ഭാഗത്തേക്കേ പോകാൻ പറ്റുന്നില്ല, അത്രയും ബ്ലോക്കാ. ഒന്നാമത് ഈ ഒരു സമയത്തിന്റെ പ്രത്യേകതയാണ് ഇത്രയും ബ്ലോക്ക് അല്ലേ. അപ്പത്തേ ഞങ്ങളുടെ ആ ഒരു കറക്കം തന്നെയാണ് ഇപ്പോഴും. ഞങ്ങൾക്ക് എവിടെയും പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടിയില്ല. കാരണം എന്താണെന്നറിയോ, ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുകയാണ് അവിടെ. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങ് അവിടെ ബീച്ചിൻ്റെ അവിടെ മുതൽ ഇപ്പോൾ ഈ ഒരു ഭാഗം വരെ വണ്ടി സൈഡിൽ നിർത്തിക്കിട്ടേക്ക് ഓരോരോ വണ്ടികൾ. നമ്മളെ വണ്ടി കുറച്ച് വലുപ്പം കൂടി ഉള്ളതുകൊണ്ട് എവിടെയും പാർക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കുറച്ചൊക്കെ റോഡിൽ ഇങ്ങനെ ഇറങ്ങി പാർക്ക് ചെയ്ത് ആരെങ്കിലും ഇടിച്ചിട്ട് പോയാൽ അത് നമുക്ക് സങ്കടമാവും. അതുകൊണ്ട് എവിടെയും പാർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് നമുക്ക് കിട്ടുന്നില്ല. മിക്കവാറും ഞങ്ങൾ തിരിച്ചു പോകാനായിരിക്കും ചാൻസ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇവിടെ കുറച്ചു നേരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഞങ്ങൾ എപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്ന ഒരമ്മയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അവർ ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ അവരൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾക്കും കാണാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തുണ്ടോ ഇതെങ്ങനെ കേടും? കുഴിയുണ്ടോ?
വലിയ ക്ലിയർ ഒന്നുമില്ല. നമ്മള് രാത്രി ആയതുകൊണ്ടാണ്. നമ്മൾ ഒരുപാട് കാണണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച ആൾക്കാരാണ് കേട്ടോ. അപ്പൊ എന്തായാലും കാണാൻ പറ്റില്ല, ഒരുപാട് സന്തോഷം. നമ്മളെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എത്തിട്ടോ. ഇത് കയറുമോ? വണ്ടി കയറില്ലേ? കയറുമല്ലോ. ചേച്ചീൻ്റെ നാത്തൂൻ്റെ വീട്ടിലേക്കാട്ടോ നമ്മൾ വന്നേ. ഞങ്ങളിന്ന് ചാത്തമംഗലത്തുള്ള കേട്ടോ. ജഷൻ്റെയൊക്കെ ചേച്ചീൻ്റെ വീട്ടിലുള്ള നമ്മുടെ അപ്പൂൻ്റെയൊക്കെ വീട്ടിൽ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൂനൊക്കെ. അപ്പോൾ അപ്പൂൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവരുടെ സ്കൂളുണ്ട്, ഇവരൊക്കെ പഠിച്ച സ്കൂളാണ്. ആ സ്കൂളിൽ UP സ്കൂളാണ്. ആ സ്കൂളിൽ പോയിട്ട് കൊടി ഉയർത്തുന്നത് കണ്ടിട്ട് അതിലൊന്ന് പങ്കെടുത്തിട്ട് ഇവിടുന്ന് നേരെ പാലക്കാട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നീതി അല്ലേ? അതെ. അപ്പം നമ്മൾ വയനാട്, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ റിപ്പബ്ലിക് ഡേൻ്റെ ആ ഒരു പതാക ഉയർത്തലും കൂടെ കഴിഞ്ഞാൽ നേരെ പോവാണ്ട് പാലക്കാടേക്ക്. ഇനി പാലക്കാടുള്ള വിശേഷങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. അപ്പം നമുക്ക് പതാക ഉയർത്തുന്ന കൂടെ കണ്ടിട്ട് വരാം. മാർഗം കാട്ടട്ടെ ഏകീഭവിച്ചൊരുങ്ങുകിങ്ങേതൂതര ജാതർ നമ്മൾ തുടയ്ക്കുവിൻ കൊടിയെടുക്കാൻ. നമ്മൾ നൂറ്റ നൂലു കൊണ്ടും നമ്മൾ നെയ്ത വസ്ത്രം കൊണ്ടും നിർണീത നീതിക്കൊരന്ത്യാവരണം. കൃത്യസ്ഥരാം നമ്മുടെ ഈ നിത്യ സ്വതന്ത്രദാലത സത്യക്കൂടി മരത്തിന്മേൽ സംശോഭിക്കട്ടെ. 1950 ജനുവരി 26 നമുക്ക് റിപ്പബ്ലിക് ദിനം, അതായത് നമ്മളെ ഭരണഘടന നിലവിൽ വന്നതായി നമ്മൾ പ്രഖ്യാപിച്ചത്. ഇന്ത്യയിൽ, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. പല രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ നിന്ന് പല കാര്യങ്ങളും എടുത്തിട്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ നല്ലതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയൊരു ഭരണഘടനയാണ്. ഇപ്പോൾ ആ ഒരു സംഭവം പുതുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ എല്ലാ വർഷവും ജനുവരി 26 റിപ്പബ്ലിക് ദിനമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പലരും നമ്മൾ ഭരണഘടനയുടെ മൂല്യങ്ങൾ നമ്മൾ ശരിക്കും ഉൾക്കൊള്ളാൻ ഇനി ഒരുപാടുണ്ട്. അതിലെ അവകാശങ്ങൾ മാത്രമല്ല, നമുക്കുള്ള കർത്തവ്യങ്ങളും കൂടി നമ്മൾ ഈ ഒരു റിപ്പബ്ലിക് ദിനത്തിൽ തിരിച്ചറിയേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ. അങ്ങനെ നമ്മൾ റിപ്പബ്ലിക് ദിനത്തിൽ പങ്കെടുത്ത് പതാകയൊക്കെ ഉയർത്തി. നമ്മൾ നേരത്തെ പെർമിഷൻ എടുക്കാത്തതുകൊണ്ട് നമുക്ക് കുട്ടികളെ സ്കൂളൊന്നും കാണിക്കാൻ പറ്റാഞ്ഞിട്ട്, കാരണം നമ്മൾ പെർമിഷനൊക്കെ എടുത്ത് വരാൻ. അപ്പോൾ നമുക്ക് അതിനകത്ത് പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആഗ്രഹം. നമ്മളത് ചെയ്തു. അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മളിനി പാലക്കാട്ടേക്കാണല്ലേ? അതെ. അപ്പോൾ അപ്പൊക്കെ ഇവിടുന്ന് അപ്പൂനോടൊക്കെ യാത്ര പറയുകയാണ് നമ്മൾ. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. വളരെ നല്ല അടിപൊളി കാര്യങ്ങളാണ്. ചേട്ടന്റെ പേര് എന്താ പോണേ? എന്റെ പേര് തേജു. തേജു. എന്റെ കമന്റ് ഉണ്ടാവല്ലോ. ആയിക്കോട്ടെ, സന്തോഷം കേട്ടോ. ശരി. അല്ല, ഞങ്ങൾ പ്രോഗ്രാം, ഞങ്ങൾ തകിൽ ആർട്ടിസ്റ്റ്, തകിലും നാദസ്വരം പരിപാടി കല്യാണത്തിന് പോവാ. ഒരു പ്രോഗ്രാം മാമ്പറ്റ. ശരി, അപ്പൊ നീ മുന്നോട്ട് അടിപൊളിയായിരുന്നു. നിലമ്പൂരാണ് വീട്? നിലമ്പൂര് പോത്തൂര് അല്ലേ? എന്റെ അമ്മേന്റെ വീട് വണ്ടൂരാ. ആണല്ലേ? ശരി, ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ ഞങ്ങള് ഓരോ സ്ഥലത്തേക്കുള്ള കിലോമീറ്റർ എത്രയുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്യായിരുന്നു. സുമിക്ക് എഴുതി കേട്ടോ എത്ര കിലോമീറ്റർ ഓരോ സ്ഥലത്തുനിന്ന് ഓരോ സ്ഥലത്തേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്നൊക്കെ ഞങ്ങൾ നമുക്ക് ഏറ്റവും അടുത്തുള്ളത് ഏതാന്നൊക്കെ അറിയാൻ വേണ്ടി നോക്കിയതായിരുന്നു. അപ്പൊ ഞങ്ങൾ ആദ്യം വിചാരിച്ചത്, ഇവിടെ ഇപ്പൊ കോഴിക്കോടാണ് ഞങ്ങൾ നിൽക്കണേ, കോഴിക്കോട് നിന്ന് നേരെ നമുക്ക് കോട്ടക്കൽ ആര്യവൈദ്യശാല, നമ്മുടെ മലപ്പുറം ടച്ച് ചെയ്തിട്ടേ പാലക്കാട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ആര്യവൈദ്യശാലേന്റെ മ്യൂസിയത്തിൽ കയറിയിട്ട് പിന്നെ പോവാന്നായിട്ട് വിചാരിച്ചേ. അപ്പോഴാണ് ഇന്ന് ഞായറാഴ്ച റിപ്പബ്ലിക് ഡേ ആണ്, അത് ക്ലോസ്ഡ് ആണ് കേട്ടോ. അപ്പൊ അവിടെ കയറാൻ പറ്റില്ല. വേറെ ദിവസം പോകാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അവിടെ പോകണം. അപ്പൊ ഞങ്ങളിപ്പോ പ്ലാൻ ചെയ്തിരിക്കണ നേരെ വരിക്കാശ്ശേരി മാനെ ഒന്ന് പോയി കണ്ടിട്ട് വരാന്ന് വിചാരിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ബാക്കിയുള്ളതൊക്കെ നമ്മള് കിലോമീറ്റർ എഴുതുമ്പോ നമ്മൾ പോണ വഴിയൊക്കെ വെച്ച് നോക്കുമ്പോ വരിക്കാശ്ശേരി മനയാണ് ഫസ്റ്റ്. അപ്പൊ നമ്മൾ നേരെ പാലക്കാട് വരിക്കാശ്ശേരി മനയിലേക്കാണ് കേട്ടോ പോണത്. പോവല്ലേ ഇപ്പൊ നമുക്ക് നേരെ പോവാം.
അപ്പൊ ഞങ്ങളിപ്പോ പാലക്കാട് പോണ വഴിക്ക് ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി റൂട്ടിനാട്ടോ പോകുന്നത്. ഇതിപ്പോ ഒരു ഷോർട്ട് കട്ടിലാണ് പോകുന്നത്. നമ്മളെ ഗ്രാമത്തിന്റെ ഇടയിൽ കൂടെയുള്ള ഇതുണ്ട് റോഡുകളൊക്കെ. നമ്മളെല്ലാ പോണ വീഡിയോയിലും റോഡിനെ പറ്റി പറയണത് എന്താന്ന് വെച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ വന്നത് പെട്ടെന്ന് റോഡിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണേ. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയണേ. അപ്പോ ഇതിപ്പോ ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി റോഡിനാട്ടോ നമ്മൾ പോകുന്നത്. പാലക്കാട് എത്തിയപ്പോഴത്തേക്കിനും എന്തേ ഇവിടെ നെൽപ്പാടങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കൊയ്ത്ത് കഴിഞ്ഞ നെൽപ്പാടങ്ങളാണേ, കണ്ടോ. ഇപ്പൊ അങ്ങോട്ട് കൊയ്ത്ത് കഴിഞ്ഞ നെൽപ്പാടങ്ങളെ കാണാനുണ്ടാവുള്ളൂ. ഒന്നില്ലെങ്കിൽ നെല്ലായി ഈ ഭാഗത്ത് കണ്ടില്ലേ കൊയ്ത്ത് കഴിഞ്ഞ് കരിച്ചൊക്കെ കൂട്ടിയിട്ടായിരുന്നു. ഇതിൽ കൊയ്യാന്ന് കാണാം. തിക്കായിട്ടുണ്ടായിട്ടുണ്ടല്ലേ. അത് അമ്മ പറയണ കേട്ടിട്ടുണ്ട്. അമ്മേന്റെ ഇപ്രാവശ്യത്തെ നെല്ല് മറ്റേ ചുമന്നരീന്റെ ഉണ്ടല്ലോ, ചുമന്നരിക്ക് എന്താ പറയാ, മട്ടരീന്റെ നെല്ലിന് ഹൈറ്റ് കുറവായിരുന്നു ആ ചെടിക്ക്. അപ്പൊ നമ്മൾ വരിക്കാശ്ശേരി മനയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. വരിക്കാശ്ശേരി മനയിൽ എത്തിയതിൻ്റെ ഉള്ളിലേക്ക് പാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു സങ്കടം ഉണ്ടായി. നമ്മുടെ വണ്ടീൻ്റെ ഈ ഒരു ഭാഗം ചെറുതായിട്ട് ആ തെങ്ങിൻ്റെ അവിടെ ഇടിച്ചു. അവിടെ അത്രയും സ്പേസ് ഉണ്ടായിരുന്നു നിർത്താൻ. അവിടുന്ന് ഒരു ചേട്ടൻ പറഞ്ഞു അവിടുന്ന് മാറ്റിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പോകാറുണ്ട്. ശരിക്കും അവിടെ നിർത്തിയത് നമ്മളെ വണ്ടിക്കൊന്നും പറ്റില്ലെന്ന്. ചെറുതായിട്ട് ഇവിടെ നിന്ന് ചളിങ്ങിയിട്ടുണ്ട് ഈ ഭാഗം. ഈ വണ്ടി ആയതുകൊണ്ട് ഇത്രേ പറ്റുള്ളൂ കേട്ടോ. വേറെ വല്ല വണ്ടിയാണെങ്കിൽ ചളിങ്ങി ഞാൻ ഉള്ളിലേക്ക് പോയാൽ നല്ലൊരു ഇടി അടിച്ചത് ബേക്കിക്ക് തെങ്ങിനാണ് ഇടിച്ചത്. ബേക്ക് ഭാഗം റിവേഴ്സ് എടുത്തപ്പോ. ഈ വണ്ടി ആയതുകൊണ്ട് അധികം ചെളിങ്ങിയില്ല, ചെറിയ ചെളുക്കേ ഉണ്ടായുള്ളൂ. നമുക്ക് ഇവിടുത്തെ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാം. നമ്മൾ വരിക്കാശ്ശേരി മനയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നിന്ന് എല്ലാവരും ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. നല്ലൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് കിട്ടും. നമ്മൾ സിനിമയിൽ കണ്ട പോലെ തന്നെയാണ്, പക്ഷേ കുറച്ചൊക്കെ ഒരു മാറ്റങ്ങളുള്ള പോലെ തോന്നുന്നുണ്ട്. അതൊക്കെ ഞാൻ വിശദമായിട്ട് കുറച്ച് കഴിഞ്ഞ് പറയാം. നമുക്ക് ഉള്ളിലുള്ളത് കയറി കാണാം. നല്ല അടിപൊളി കനമുള്ള നല്ല വലിയ വാതിൽ കേട്ടോ. തുറന്നു വരാൻ കുറച്ച് ബുദ്ധിമുട്ടെങ്കിലും കുഴപ്പമില്ല, അടിപൊളി. അപ്പോൾ നമുക്കിനി ഓരോ ഭാഗമായിട്ട് കാണാം. ഇതൊക്കെ ഫുള്ള് തടിയിലാണ് കേട്ടോ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഭയങ്കര വലിയ തൂണാണ്. ഒരു 2 പേർക്ക് പിടിക്കാൻ പറ്റിയ തൂണാണ്. ഞാൻ പറയണ എല്ലാവർക്കും കേൾക്കുന്നുണ്ടാവില്ല, ഒരുപാട് ഒച്ചത്തിൽ സംസാരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഒരുപാട് പേരുണ്ട് ഇവിടെ. ഇവിടെ ഇങ്ങനെ സേവ് ദ ഡേറ്റ് ആയിട്ടും അല്ലാതെ മല കാണാൻ വരുന്നവരും ഫോട്ടോ എടുക്കലൊക്കെ കേട്ടോ കൂടുതലും. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു അന്തരീക്ഷവും അറ്റ്മോസ്ഫിയറൊക്കെയാണ്. അപ്പം കണ്ടോ വലിയ തൂണ്, ഇതിലൊക്കെ ഒരുപാട് കൊത്തുപണികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുമല്ലോ, ഇപ്പോൾ കൂടുതലും നമ്മളെ നാട്ടിലൊക്കെ കണ്ടിരുന്നത് ഒരു നടുത്തളൊക്കെ ഉള്ള ഒരു ഇല്ലം പോലത്തെ വീടുകളാണല്ലോ കൂടുതൽ ആൾക്കാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേപോലെ നടുത്തളമുണ്ട്. ഇതൊക്കെ കണ്ടിട്ടാണ് ഇതൊക്കെ കണ്ട് ഇൻസ്പയർ ആയിട്ടായിരിക്കും ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. പക്ഷെ നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ മേൽക്കൂരൊക്കെ കണ്ടില്ലേ, ഫുള്ള് മരങ്ങൾ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ മരത്തിൻ്റെ പടികളൊക്കെയാണ് കേട്ടോ ഇത് ഫുള്ളും മരത്തിൻ്റെ പടിയാണ്. നമ്മൾക്കിങ്ങനെ ഇരിക്കാനൊക്കെ നല്ല സുഖമല്ലേ, അടിപൊളിയാണ്. മരമാണ് കേട്ടോ ഇത്. ഒരുപാട് വർഷം പഴക്കമുള്ള മനയാണിത്. ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം. അപ്പോൾ എന്തായാലും ഇവിടെ വരാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമുക്കിനി അതിലൊക്കെ ഇങ്ങനെ നടന്നിങ്ങനെ കാണാം. ഈ തൂണിനൊന്നും വലിയ ഹൈറ്റൊന്നുമില്ല, എൻ്റെ കുറച്ച് ഇത്രേ ഉള്ളൂ. പക്ഷേ വാതിലുകളൊക്കെ ഉണ്ട് ഇവിടുത്തെ അടിപൊളിയായിട്ടിരിക്കുന്നത്. അതൊക്കെ കാണിച്ചു തരാം. ഇത് കണ്ടോ, വരെ ഇവിടുത്തെ വാതിലൊക്കെ കണ്ടോ, ഭയങ്കര കനമാണ് കണ്ടോ. ഇതിൻ്റെ തിക്നെസ് ഇത്ര ഉണ്ട്, തിക്നെസ് കണ്ടോ. ഇങ്ങനെ ബേക്കിലൊക്കെ മറ്റേ പണ്ടത്തെ ഇതൊക്കെ പൊളിഞ്ഞിട്ട് എന്തോ തൊടാൻ പാടുണ്ടോയെന്നും അറിയത്തില്ല. എന്തായാലും അവിടെ വെക്കട്ടെ, ഭയങ്കര വെയിറ്റ് ഉണ്ട്. അതേപോലെ തന്നെ കട്ടിളപ്പടി അറിയില്ലേ നമ്മുടെ ഇതിലൊക്കെ, ഇതൊക്കെ എന്തോ കല്ലോ പാറോ എന്തോ ആണ്, കല്ലാണ്. ഇതിൻ്റെ ഉള്ളിക്ക് ഒരു ഹോള് പോലെ ഉണ്ട് അല്ലേ. മുറിയാണല്ലോ ഇത്.
ഷെൽഫ് കണ്ടോ അതിന്റെ കോർണറിൽ? ഇതേപോലെ ഊട്ടുപുരയാണോ അറിയില്ല. ഇത് അടുത്ത് കിച്ചൺ ഉണ്ട്. ഇത് അടുക്കള ഉണ്ടോ? അടുക്കള അതാ ഇവിടുത്തെ ഈ മനേൻ്റെ ഉള്ളിലെ കിച്ചണാണ്. ഇതുണ്ടോ? ഇതായിരുന്നു ഇവിടുത്തെ അടുക്കള. അതൊക്കെ ഇതെന്താ പറയുക? ഒരലല്ലല്ലോ, ആട്ടുകല്ലല്ലേ? ദോശമാവൊക്കെ ഉണ്ടാക്കുന്ന ആട്ടുകല്ലുണ്ട്. വലിയ ആട്ടുകല്ലാണ് കേട്ടോ. പിന്നെ പാത്രം കഴുകുന്ന സ്ഥലമൊക്കെ ഇങ്ങനെ. അന്നത്തെ അടുപ്പ് കണ്ട് പറ്റ താഴെയായിട്ട് കേട്ടോ അടുപ്പ്. നമ്മളിതൊക്കെ ഇങ്ങനെയല്ലേ, ഇതിപ്പോൾ കുറച്ചുകൂടി താഴെയായിട്ടാണ്. വലിയ പാത്രങ്ങൾ വെക്കാനായിരിക്കും. ഇതാണ് ഏറ്റവും വലിയ അടുപ്പ്. ഉണ്ടോ? രണ്ടേ അടുപ്പുള്ളൂ, പക്ഷെ രണ്ട് വിട്ടാണ് വെച്ചേക്കണേ. എന്നിതാ ഇവിടെ ഇന്നപ്പുറം എനിക്ക് തോന്നുന്നത് വല്ല പത്തായത്തിക്കൊക്കെ കണ്ണ് കാണാനായിരിക്കും രാവിലെ. പിന്നെ ഇത് കണ്ടോ, പത്തായത്തിക്കായിരിക്കും മച്ചിലേക്ക് കയറാനുള്ള സ്റ്റെപ്പൊക്കെ ഉണ്ട്. മച്ചിലൊന്ന് കയറി നോക്കാം. പൊടിയുണ്ടാവും. പൊട്ടും പോര്. തേങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ പത്തായം. അതൊക്കെ പക്ഷെ നമ്മൾ ആറാം തമ്പുരാനൊക്കെ ഷൂട്ട് ചെയ്തപ്പോഴുള്ള അടുക്കളതാണോ? സെറ്റ് ഇടണ. പക്ഷെ ഈ ഇതില്ലേ കിണർ, ഇതിലല്ലേ മഞ്ജു വാര്യർ വെള്ളം കോരി കിണർ? വെള്ളമുണ്ട്. അപ്പോൾ ഇവിടെ ഇത് കിണർ അടിപൊളി. ഇതിലിട്ട് ഇങ്ങനെ വെള്ളം കോരാം. ഇതൊക്കെ കല്ലാണ് കേട്ടോ. നല്ല വെള്ളമുണ്ട് കേട്ടോ കിണറ്റിൽ. ഇഷ്ടിക ചൂടുകട്ട എന്തോ ആണല്ലേ, വെട്ടലിൻ്റെ. അടിപൊളിയാ. ഈ ഭാഗത്തുനിന്ന് വെള്ളം കോരാ, ആ ഭാഗത്തുനിന്നും കോരാ. പൊട്ടിച്ചാടുമെന്നാണ് അറിയാം. ഈ ഒരു ടൈപ്പാണ് ശരിക്കും പറഞ്ഞാൽ മലാവിയിൽ നമ്മുടെ എല്ലാവരും ഉണ്ടാക്കാൻ പറഞ്ഞത്. കുഴപ്പമില്ല, ഇങ്ങനെ ഉണ്ടാകാൻ. നമുക്ക് ഇതിന്റെ ഒരു ഫോട്ടോ അയച്ചു കൊടുത്താൽ അവരുണ്ടാക്കി തരും. അവിടുത്തെ ആശാരിപ്പണി. കറക്കാനൊരു പേര്, പൊട്ടിച്ചാടുമെന്ന് അറിയില്ലല്ലോ. അതിനൊരു സാധനമുണ്ട്, ഒരു ബോൾ ഉണ്ട് ഒച്ച വരാൻ വേണ്ടി. അതാണ് പണ്ട് കാലത്ത് വെള്ളം മുക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി സൗണ്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു വലിയ അടുക്കളയാണല്ലേ? ഇതാണ് വലിയ അടുക്കള. വലിയ ചെമ്പൊക്കെ കൂട്ടി വലിയ പാത്രങ്ങൾ വെക്കാൻ പറ്റുന്ന വലിയ അടുപ്പുണ്ടോ? ഇതിന്റെ നടുവിൽ അടുപ്പാണ്. ഇത് അടുപ്പാണ്, ചെകിരിയൊക്കെ കൂട്ടിയിട്ട് ഇവിടെ അടുപ്പുണ്ട്. വലിയ സദ്യയോ ഒക്കെ ഉണ്ടാക്കുമ്പം ഇങ്ങനെയായിരിക്കും ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നവ. ഒരു വിറകൊക്കെ അടിക്കുക കാണുന്നുണ്ട്. പോഷണ സ്ഥലം അവിടെ ഉണ്ട്. ഇതിൽ ഇങ്ങോട്ട് വന്നാൽ ഒരു വഴി കാണുന്നുണ്ടല്ലോ. അങ്ങോട്ട് സ്റ്റോർ റൂമായിരുന്നു അന്നത്തെ. ഇതാണ് വരിക്കാശ്ശേരി മന അല്ലേ? ഇന്ന് എല്ലായിടത്തും ആക്സസ് ഉണ്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഒരുപാട് വാതിലുകളുണ്ട് ഓരോ ഭാഗത്തേക്കും. നമ്മുടെ ഈ വരിക്കാശ്ശേരി മനേൻ്റെ ഉള്ളിൽ കിച്ചണോടനുബന്ധിച്ച് വലിയ 2 ഹാളുകൾ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ പണ്ട് വലിയ കുടുംബങ്ങളായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിരിക്കും ഈ ഒരു സ്ഥലം ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലേ? അതേപോലെ ജനൽ കണ്ടില്ലേ? ജനലൊക്കെ വെറൈറ്റിയാണ്. മരത്തിൻ്റെ എന്ത് കട്ടിയുള്ള കഷ്ണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. തടികൾ കൊണ്ട് ഉപയോഗിച്ചു. അത്രയും സെക്യൂരിറ്റി സേഫ് ആയിരുന്നു ശരിക്കും അതൊക്കെ കേട്ടോ. ഇതിൻ്റെയൊക്കെ ലോക്ക് ചെയ്യുമായിരുന്നു. ഫുൾ മരം. ഇപ്പോഴും ഇതിനൊന്നും ചെതിര് പോലെ എടുക്കുന്നില്ലെങ്കിൽ അത്രയും ക്വാളിറ്റി ഉള്ള മരങ്ങൾ. ഭയങ്കര തടി, നല്ല കാതൽ പിടിച്ച മരമായിരിക്കും. നല്ല കാതലുള്ള മരമായിരിക്കും. പിന്നെ ഇവിടെ നിന്നൊക്കെ നമുക്ക് നേരെ നടുത്തളത്തിലേക്കൊരു വാതിലുണ്ട് കേട്ടോ. എല്ലായിടത്തും ഇവിടെ നിന്ന് കാണാനുള്ള ചെറിയ എല്ലാം മരമാണെന്നുള്ളതാണ്. അപ്പം നടുമുറ്റത്തൊരു തുളസിത്തറയുണ്ട്. താഴെ ആരോ സാഷ്ടാംഗം പ്രണമിക്കുന്നത് പോലൊരു കല്ലിൽ തീർത്ത.
എൻ്റെ മുമ്പിൽ തന്നെ വലിയൊരു മാവുണ്ട്. മാവും പ്ലാവും. മനകളെന്നൊക്കെ പറയുമ്പോൾ ശരിക്കും മാവും പ്ലാവും എല്ലാ മരങ്ങളുണ്ടാവും. പ്രകൃതി മനോഹരമായൊരു സ്ഥലം. അപ്പോൾ പ്രൗഢഗംഭീരമായ നമ്മുടെ വരിക്കാശ്ശേരി മനയുടെ ഉൾഭാഗമുണ്ട്. ഇതിൻ്റെ പുറം ഭാഗമൊക്കെ നമുക്ക് നടന്നു കണ്ടിട്ട് വരാം. ഇതാണ് ശരിക്കും മുകളിലേക്കുള്ളൊരു കോണിപ്പടി. ഒരു ലോക്കലാണ്, പ്രവേശനമില്ല. ചുറ്റും ഒരുപാട് നല്ലൊരു നടത്തിണ്ണ ഉണ്ട് കേട്ടോ അവിടെ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വീടിനത് വേണമെന്നുള്ള കേട്ടോ. പക്ഷേ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അത്രമാത്രം അല്ലാത്തതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അടിപൊളി. പക്ഷേ അന്നത്തെ ആളുകൾ ഇതൊക്കെ ചെയ്തപ്പോൾ ഇതൊക്കെ ഒരുപാട് നമുക്കിങ്ങനെ വന്നിരിക്കാനും ഒരു വീട്ടിലേക്ക് വല്ലാണ്ട് ചൂടടിക്കില്ല. അതൊക്കെയാണ് ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. വീട്ടിലേക്ക് ചൂടടിക്കില്ല. പുരാതനമായ കിണറുണ്ട് ഇവിടെ. അപ്പോൾ നമ്മളിനി പോകാൻ പോണത് ഇവിടുത്തെ കുളത്തിലേക്കാണ്. കുളക്കടവിൽ നിന്ന് പോയി വരാം. അപ്പോൾ നമ്മൾ കുളത്തിലേക്ക് പോകാം. കുളത്തിലേക്ക് ഇറങ്ങാനുള്ള ആക്സസ് ഇല്ലയെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. വരുന്നേട്ടൻ കുളത്തിൻ്റെ അവിടെ നോക്കി നിൽക്കുകയാണ്. കുളത്തിലേക്ക് ഇറങ്ങാനുള്ള പ്രവേശനമൊന്നുമില്ല കേട്ടോ. കർശനമായി നിരോധിച്ചിരിക്കുന്നു അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ലോക്ക്ഡൗൺ കേട്ടോ. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. വലിയൊരു കുളം. പണ്ട് ആളുകൾ കുടിക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന കുളമാണ് കേട്ടോ. എന്ത് വലിപ്പമാണെന്ന് നോക്കിയാൽ കുളത്തിൻ്റെ ഒരു വലിപ്പം. നമുക്ക് എന്തായാലും ഇനി ഇവിടുത്തെ കാഴ്ചകൾ അവസാനിപ്പിച്ച് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. ഒരു അമ്പലം ഉണ്ട്. അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശനമില്ല. പക്ഷേ അമ്പലത്തിനൊരു പടിപ്പുരയൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ മരത്തിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. മരമാണ് മെയിൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വരിക്കാശ്ശേരി മനയിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് വരിക്കാശ്ശേരി മന കാണാനുള്ളത്. അപ്പോൾ ഇനി വരിക്കാശ്ശേരി മനയിൽ നമ്മൾ ഇറങ്ങിയിട്ട് അടുത്തൊരു ഡെസ്റ്റിനേഷൻ പിടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ, പാലക്കാടുള്ള. അപ്പം നേരെ നമുക്ക് അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാം. അപ്പം ഞങ്ങൾ വരിക്കാശ്ശേരി മനയിൽ നിന്ന് ഇറങ്ങുകയാണ്. മുന്നിൽ നല്ല വലിയ നെൽപ്പാടൊക്കെയാണ് കേട്ടോ ഉള്ളത്. നെല്ലെല്ലാം വിളഞ്ഞ് കിടക്കുകയാണ്. വരിക്കാശ്ശേരി മനയിൽ എപ്പോഴും തിരക്ക് തന്നെയാണ് തോന്നുന്നത് കേട്ടോ. ആൾക്കാരുടെ തിരക്ക് തന്നെയാണ്. കണ്ടില്ലേ, നല്ല അടിപൊളി പാടം. ഇന്ന് അവധിയാണ്. അതെ, എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിനി വരിക്കാശ്ശേരി മനയിൽ നിന്ന് നേരെ പോണത് കൽപ്പാത്തി അഗ്രഹാരത്തേക്കാണ് കേട്ടോ. ഒരു നമ്മുടെ കേരളത്തിലെ ബ്രാഹ്മണ കുടുംബങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമാണ് കൽപ്പാത്തി. അപ്പൊ കൽപ്പാത്തി കൂടെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു.